ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറക്കുക പുറത്തേക്ക് പോവുകയാണ്. ബാർബർ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയെന്ന് പറഞ്ഞിട്ട് ഇറക്കുക പോയി. അപ്പം ഞാനും ഉമ്മയും റയാനും ഹന്നിയും കൂടിയിട്ട് എന്ത് ചെയ്ത് ഇന്ന് കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരുന്നല്ലേ ആള് ഇവിടെ ഫുള്ള് പുല്ലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഈനാമ്പഴം ഉണ്ടാക്കി നിന്നുണ്ടായിരുന്നു, മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉമ്മ പൊട്ടിക്കാൻ പറഞ്ഞ് റയാനോട് കേട്ടോ. അപ്പോൾ റയാന് കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ പൊട്ടിക്കാൻ നോക്കി, അതൊന്നും പറ്റില്ല. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, എടാ അത് അതിൻ്റെ തണ്ട് നല്ല കിട്ടില്ല, അത് കുഴപ്പമില്ല ഉമ്മ നല്ല ഉറപ്പാണ് അതിന്റെ തണ്ടിന്. അങ്ങനെ റയാൻ എന്ത് കുക്കിയിട്ട് നിർത്തിയോ പറ്റും. അന്നനെ കുറെ നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ, അതൊന്നും അങ്ങനെ ഇതാ അന്നെ റയാൻ കളിക്കുന്ന ഉമ്മ പറഞ്ഞ് റയാനോട് ഇടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചേർ കൊടുത്തിട്ടിട്ട് അതിമ്മ കയറിയിട്ട് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞിട്ടാ. അതൊന്നും വേണ്ട ഉമ്മ, ഞാൻ പൊട്ടിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ അന്നൻ്റെ സൈക്കിളാണ് കേട്ടത്. ഇത് ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ ഇത്ത കൊടുത്തതാണ് കേട്ടോ. അന്നക്ക് സൈക്കിൾ ഓടിച്ച് പഠിക്കാൻ കൊടുത്ത സൈക്കിളാണ്. ഒന്നും പുറത്ത് നമ്മളെ റോഡ് സൈഡ് ആയ കാരണം അങ്ങനെയൊന്നും ആളുകളൊന്നും ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അത് കാരണം അന്നക്ക് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണത് ഭയങ്കര ഇഷ്ടമാണ്. അന്ന ആ ആഘോഷത്തിലാണ് കിട്ടില്ല, അങ്ങനെ ഒന്നും ആക്കിയാറേനെ കിട്ടില്ല കേട്ടാ. ഇതിന്റെ പിടി വിടണില്ല. റയാന് ചേറൊന്നും വേണ്ട ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കാൻ നോക്കുകയാണ്. അവസാനം ഉമ്മ ചേറേറ്റ് വന്നു, ചേറിട്ട് കൊടുത്ത് റയാതാ ഒട്ടും കണ്ട ഇങ്ങനെ ആക്കിയിട്ടും അത് പൊട്ടില്ല. നല്ല ബലമുണ്ട്. ഉമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്താലാണ് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാണ്ട് കാണുന്ന പോലെയല്ല, നമുക്ക് പൊട്ടിക്കാനൊന്നും അത്ര പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ വേണ്ട, ഇതിപ്പോൾ റയാൻ പൊട്ടിക്കുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് തന്നെ മനസ്സിലായത് ഇതിന് ഇത്രക്ക് ഉറപ്പുണ്ട് എന്നുള്ളത്. അങ്ങനെ അവസാനം റയാൻ പൊട്ടിച്ച് നമ്മളെ കയ്യിൽ തന്നിട്ട ഒരു സന്തോഷമായി കയ്യിൽ കിട്ടിയപ്പോ. എത്ര നേരം അത് കിട്ടി. ഇനി അടുത്തത് പൊട്ടിക്കാനുള്ളത് പൊട്ടിച്ചെന്നിട്ട് റയാൻ പോയിട്ടാ. റയാൻ ഓട്ടോടി. ഇനിയിപ്പോ നെല്ലിപ്പുളിയാണ് കേട്ടുള്ളത്. നെല്ലിപ്പുളി പൊട്ടിക്കാണ്. കുറച്ചൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, 2-3 അവിടെ കൂടി ആയിട്ടുള്ളൂ. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചിട്ടാ. കൈ കൊണ്ട് കിട്ടി. അന്നെ പറയണ്ട അവിടെ അതിന്റെ വടിയൊക്കെ ആയിട്ട് വന്നു. വടിന്ന് പറയണത് നമ്മൾ മുറ്റടിക്കണ ആ ചൂലില്ലേ, നിന്നടിക്കണ ചൂല്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തട്ടി കൊടുക്കണം. നെല്ലിപ്പുളിയൊക്കെ പിന്നെ ഒന്നുണ്ട് തട്ടുമ്പത്തിനും താഴത്തേക്ക് വീഴുട്ടാ. അതിനൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അതേപോലെയല്ല ഈനാമ്പഴമൊക്കെ നല്ല ഉറപ്പിൽ തന്നെയാണ് മേലെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി. അങ്ങനെ ഇനിയും പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വടിയൊക്കെ നോക്കുകയാണ്. അവസാനം ഇതാ ഞങ്ങള് നെല്ലിപ്പുലും പൊട്ടിച്ച് കഴിഞ്ഞെന്ന് പറയാ. ഇനി പോണത് എന്താ പറയാ, കറിവേപ്പില കുറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് അടുത്ത വീട്ടിലേക്ക് കൊടുക്കാന്നാണ് ഉമ്മ പറയുന്നത്. കറിവേപ്പില അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നെല്ലിപ്പുളി ആ വടി എടുത്തിട്ട് വാ, പൊട്ടിക്കട്ടം. ഒരു മിനിറ്റ് പൊട്ടിച്ചിട്ട് അടുത്ത വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഉമ്മ അത് പൊട്ടിക്കാണ്. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, റോഡ് സൈഡായ കാരണം ആ സൈഡിലാണെങ്കിൽ ആ മതിലും കെട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ അതിൽ കൂടെ പോണവരൊക്കെ പൊട്ടിക്കും.
പൊട്ടിക്കാന്ന് വെച്ചാൽ പൊട്ടിച്ചോട്ടെ, അതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അവർ അതിൻ്റെ കൊമ്പൊക്കെ ഒടിക്കേ, നല്ലപോലെ ആവില്ല പൊട്ടിക്കുക. അതാ പ്രശ്നം. ആ ഭാഗത്ത് തന്നെയാണ് നമുക്ക് മുരിങ്ങ നിൽക്കണതും. മുരിങ്ങടല പൊട്ടിക്കണവരൊക്കെ ഇങ്ങനെ ഒടിച്ചിട്ടുണ്ട് കൊണ്ടുപോകും. അപ്പോൾ ആ സംഭവം ഉണ്ട് അവിടെ നാശമായി പോവല്ലേ. അപ്പം പറയണം അങ്ങനെ നമുക്കറിയില്ലല്ലോ. അങ്ങനെ കത്തിക്കൊണ്ടൊക്കെ വെച്ചിരിക്കുക ചെയ്യാം. കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും അത് നന്നായി ഉണ്ടാവും. അപ്പോൾ നമുക്കിത് അടുത്ത വീട്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊട്ടിച്ചതാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നത്തെ വിളവെടുപ്പൊക്കെ നോക്കാം, എന്തൊക്കെ പൊട്ടിച്ച് ഇതിങ്ങനെ പിടിക്കുന്ന. എന്നിട്ടോ അന്ന ഇതിമൊന്നും പിടിവെട്ടിട്ടില്ല കേട്ടാ. ഈ നെല്ലിപ്പുളി വെറുതെ അധികം കഴിക്കൊന്നുമില്ല, വെറുതെ പൊട്ടിച്ചിങ്ങനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ അതിമ നിൽക്കുകയാണ്. നീ കയ്യിലുള്ള കാണിച്ചു കൊടുത്തേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി തട്ടിയിടുന്നൊക്കെ പറയേ. പേപ്പർ താഴത്തിടല്ലേട്ടാ. അങ്ങനെ കൊണ്ടക്ക് അന്നെ കൊണ്ടക്കത്. അതിന്റെ സാമർത്ഥ്യമാണ് അത്. ആ കാണുന്നത് നല്ല സാമ്പത്തികമായിട്ടാണ് അവള്. പിന്നെ ഞങ്ങള് ഫൈനലി ഒക്കെ കസേരയിലൊക്കെ വെച്ചിട്ട് ഒന്നും കൂടിയും ഫോട്ടോ എടുക്കണ്ട. അപ്പം അതാ കണ്ട അവളൊരു 2 പൂവൊക്കെ പൊട്ടിച്ചത് കൊടുന്ന് വെക്കുകയാണ്. അവള് പൊട്ടിച്ച വിളവെടുപ്പാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇപ്പോൾ ബാബർ ഷോപ്പിൽ നിന്ന് തിരിച്ചു വരികയാണ്. വരുന്ന വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ അന്നനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇറക്ക് പോകുമ്പോൾ അന്ന ഉറങ്ങിയിരുന്നു. അപ്പോൾ അന്നനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ അന്ന പപ്പാനിപ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? പപ്പാനെ വ്യത്യാസം പറയുന്നുണ്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.